കൃഷ്ണ, നിങ്ങൾക്ക് ബാർബറിക്കിനെ പറ്റി അറിയോ? ഭഗവാൻ കൃഷ്ണൻ എന്തിനാണ് ബാർബറിക്കിൻ്റെ തല ചോദിച്ചത് എന്ന് നിങ്ങൾക്കറിയോ? ഇന്ന് ഞാൻ അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ ബാർബറിക് എന്ന് പറയുന്ന മനുഷ്യന് 1 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഭൂമി ഫുള്ള് അവസാനിപ്പിക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ മഹാഭാരത യുദ്ധം നടന്ന സമയത്ത് ബാർബറിക് എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ബാർബറിക്കിന് 2 സൈഡിലും നിൽക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ വീക്കാവുന്ന സൈഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ യുദ്ധം ചെയ്ത് ഏറ്റവും കൂടുതൽ ശക്തി കുറയുന്ന സൈഡിൽ ബാർബറിക്ക് പോയി സഹായിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ബാർബറിക്കിനെ ഭഗവാൻ കൃഷ്ണനാണ് കാണുകയുണ്ടായത്. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ കൃഷ്ണൻ ബാർബറിക്കിനോട് ഒരു കാര്യം ചോദിച്ചു. ഞാനൊരു ആഗ്രഹം ചോദിച്ചാൽ ബാർബറിക് സാധിച്ചു തരുമോ എന്ന് ബാർബറിക്കിനോട് ചോദിച്ചപ്പോൾ ബാർബറിക് പറഞ്ഞു, താങ്കൾ എന്ത് ചോദിച്ചാലും ഞാൻ സാധിച്ചു തരും. എനിക്കിതിൻ്റെ തല തരുമോ എന്ന് ഭഗവാൻ കൃഷ്ണൻ ചോദിച്ചു. ബാർബറിക് തൻ്റെ തല വെട്ടി കൃഷ്ണന് കൊടുത്തു. കൃഷ്ണൻ അതൊരു മലയുടെ ടോപ്പിൽ കൊണ്ടുവച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നാൽ ഈ എൻ്റയർ മഹാഭാരത് നിങ്ങൾക്ക് കാണുവാനായി പറ്റും. കുറേ വർഷങ്ങൾക്ക് ശേഷം ബാർബറിക്കിനോട് ഈ യുദ്ധം കഴിഞ്ഞ സമയത്ത് ചോദിക്കുകയുണ്ടായി, ആരാണ് ഗ്രേറ്റർ, ആരാണ് മഹാൻ? അപ്പോൾ ബാർബറിക് എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയോ? ഹൂ ആർ പാണ്ഡവാസ്, ഹൂ ആർ കൗരവാസ്? ആര് ഈ പാണ്ഡവര്, ആര് ഈ കൗരവര്? ഞാൻ ഒരാളെ മാത്രമേ കണ്ടുള്ളൂ, അത് ഭഗവാൻ കൃഷ്ണനാണ്. ഐ സോ ഓൺലി കൃഷ്ണ ബീയിങ് കിൽഡ്. ഭഗവാൻ കൃഷ്ണൻ കൊലപ്പെടുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഓർ കില്ലിങ് സംവൺ. കൃഷ്ണൻ തന്നെ മറ്റൊരാളെ കൊല്ലുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. കൃഷ്ണനാണ് വിന്നർ, കൃഷ്ണൻ തന്നെയാണ് ജയിച്ചത്, ലോസറും കൃഷ്ണൻ തന്നെയാണ്. സോ ഇതായിരുന്നു ബാർബറിക്കിൻ്റെ വാക്കുകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. സോ ഞാൻ ഇനി മഹാഭാരതത്തിലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ടാണ് വരാൻ പോകുന്നത്. സം അൺടോൾഡ് സ്റ്റോറീസുമായിട്ടാണ് വരാൻ പോകുന്നത്. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. See you later.